ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്ന് തിരുവോണം ഡേ ആണ്. സോ എല്ലാവർക്കും ഹാപ്പി ഓണം അത് പറഞ്ഞിട്ട് തന്നെ തുടങ്ങാം. സോ ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു തിരുവോണം വ്ലോഗായിരിക്കും. കുറേ കാലമായിട്ട് ഞങ്ങളങ്ങനെ നാട്ടിൽ ഓണം ആഘോഷിക്കാറുണ്ടായിരുന്നില്ല. ഞങ്ങൾ കൂടുതൽ ദുബായിലായിരിക്കും. ദുബായിത്തെ ഓണം എന്ന് പറയുമ്പോഴത്തേക്കും നാട്ടിലത്തെ ഓണത്തിൻ്റെ അത്ര ഒരു രസം ദുബായിത്തെ ഓണത്തിനില്ല സത്യം പറഞ്ഞാൽ. സദ്യ കഴിക്കും, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ കൂടിയിട്ട് നമ്മുടെ നാട്ടിൽ ഓണം ആഘോഷിക്കുന്നതിൻ്റെ ഒരു രസം അത് വേറെ തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം ഈ പ്രാവശ്യത്തെ ഓണം ഞങ്ങൾക്ക് ഭയങ്കര സ്പെഷ്യലാണ്. അതുമാത്രമല്ല കുറച്ചധികം ഹാപ്പി ന്യൂസസ് ഒക്കെ ഉള്ളൊരു ഓണമാണത്. അത് ഞാൻ വഴിയെ പറയാം കേട്ടോ, അടുത്ത കുറച്ച് വ്ളോഗ്സിൽ പറയാം. അതൊക്കെ ഒന്ന് കൺഫേം ആയിട്ട് നിങ്ങളടുത്ത് ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ്. ഈ പ്രാവശ്യത്തെ ഓണം എനിക്ക് തോന്നുന്നു എല്ലാവരും ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്നുണ്ടെന്ന്. കാരണം ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ച നോക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും ഓണ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഭയങ്കര തിരക്കായിരുന്നു റോട്ടിൽ. അത് കൂടാണ്ട് ഈ പ്രാവശ്യം ആൾക്കാരൊക്കെ ഭയങ്കരമായിട്ട് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. എല്ലാ ഷോപ്പിലും ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ട് എനിക്കറിയില്ല. ഞാൻ ഈ കാര്യം എല്ലായിടത്തും പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞാൽ ശരിയാണല്ലോ, ഭയങ്കരമായിട്ട് ഓണം ആഘോഷിക്കുന്നൊരു ഫീൽ എല്ലാവർക്കും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെന്താ യെസ്, അപ്പോൾ ശരിയാണ്, നമുക്ക് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അങ്ങനെ ഓണം ഭയങ്കരമായിട്ട് അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഓണം സെലിബ്രേറ്റ് ചെയ്യാനോ സാഹചര്യം ആയിരുന്നില്ലല്ലോ നമ്മുടെ നാട്ടിൽ. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഈ പ്രാവശ്യം എല്ലാവരും ഓണം അടിപൊളിയാക്കാം എന്ന് വിചാരിച്ചത്. അപ്പം ഞാനിപ്പോൾ എണീറ്റതേ ഉള്ളൂ കേട്ടോ. കുറച്ച് ലേറ്റായി എണീക്കാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ പോയിട്ട് കുളിച്ച് എൻ്റെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യട്ടെ. ഈ പ്രാവശ്യം ഞാൻ ഒരു ഔട്ട്ഫിറ്റ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അത് അമ്മമ്മേൻ്റെ പഴയ സാരി വെച്ചിട്ടാണ് കേട്ടോ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതും കൂടി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം എന്ന് വിചാരിച്ചു. കാരണം ഞാൻ ഭയങ്കര ആഗ്രഹിച്ച് ഡിസൈൻ ചെയ്തിട്ടുള്ളൊരു ഔട്ട്ഫിറ്റാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിങ്ങനെ സ്റ്റിച്ച് ചെയ്തൊക്കെ വന്നപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചതിലും അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നിങ്ങളെ കാണിച്ചു തരാം എന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ കുട്ടി മേക്കപ്പ് ആൻഡ് ഇവിടുത്തെ പരിപാടികൾ എല്ലാം കൂടി ഞാൻ ഈ ഒരു വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. സോ ഞാൻ അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇങ്ങനെ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഞാനിവിടെ ഫാൻ ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാൻ മൈക്ക് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ക്ലിയർ ആവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ നമ്മളിനിയിപ്പം ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഞാൻ ട്രാൻസിഷൻ എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് എത്ര ട്രാൻസിഷൻ എടുത്താലും മാത്രം നന്നാവാറില്ല. ഇപ്രാവശ്യം ഒന്ന് എടുത്ത് നോക്കട്ടെ ട്രാൻസിഷൻ നന്നാവോ ഇല്ലയെന്നൊക്കെ. സോ എൻ്റെ കൂടെ ഒരു ഷോർട്സും കൂടിയൊക്കെ ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ ക്യാമറ, ഈ ആൾക്കാരൊക്കെ യൂട്യൂബേഴ്സൊക്കെ എങ്ങനെയാണ് ഈ 2-3 വീഡിയോ, അതായത് ഷോർട്സും ലോങ് വീഡിയോ ഒക്കെ ഒരുമിച്ചെടുക്കുന്നത് എനിക്കിപ്പോഴും മനസ്സിലാവില്ല. ഭയങ്കര ബുദ്ധിമുട്ട് അങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഡ്രസ്സ് ചേഞ്ചിലേക്ക് പോകാം കേട്ടോ. ഡ്രസ്സ് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള ഡ്രസ്സാണ്. ഞാൻ സ്വന്തമായി ഡിസൈൻ ചെയ്തതായതുകൊണ്ട് എനിക്ക് ഭയങ്കര പ്രൗഡ് ഫീൽ നിങ്ങളത് കാണിക്കാൻ വേണ്ടിയിട്ട്. സോ നമുക്ക് വേഗം തന്നെ റെഡി ആവാനായിട്ട് തുടങ്ങാം. ഞാൻ മൈക്കൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, കുറച്ചും കൂടി ഓഡിയോ ക്ലിയർ ആവാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് തന്നെ നമുക്ക് നമ്മളെ മുടിയൊക്കെ ഒന്ന് മുകളിലോട്ട് കെട്ടി വെച്ച് സെറ്റാക്കാം. എന്നാലാണ് എനിക്ക് മേക്കപ്പ് ചെയ്യാനായിട്ട് സൗകര്യം. അപ്പം അതുകൊണ്ട് ഞാൻ എൻ്റെ മുടിയൊന്ന് മുകളിലോട്ട് കെട്ടി വെച്ചു. യെസ്, എൻ്റെ മുടിയൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തു. ഇങ്ങനത്തെ ഒരു വാഷ് ബാഗ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം കുറേ ആൾക്കാരുടെ അടുത്ത് കണ്ടു. അങ്ങനെ ചേച്ചിയമ്മേൻ്റെ അടുത്ത് നിന്ന് അടിച്ച് മാറ്റിയ സംഭവമാണ് ഈ വാഷ് ബാഗ്. ഇവിടെ നിൽക്കട്ടെ. എൻ്റെ അത്യാവശ്യം മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഒക്കെ ഇതിൽ തന്നെയാണുള്ളത്. നല്ല ചൂടെടുക്കുന്നുണ്ട് കേട്ടോ, നല്ല ചൂട്. ഇപ്പം കുളിച്ച് കഴിഞ്ഞാലാണ് ഭയങ്കര ചൂടാകും. അപ്പം ഫസ്റ്റ് ഒരു മോയ്സ്ചറൈസർ. ഇത് യൂഷ്വൽ എല്ലാവരും കണ്ടിട്ടുള്ള മേക്കപ്പ് തന്നെയാണ് കേട്ടോ, അങ്ങനെ പ്രത്യേകമായിട്ടൊന്നും കാണിക്കാനില്ല. എന്നാലും ഞാൻ നിങ്ങളെ കാണിക്കാം. ഞാൻ എൻ്റെ മേക്കപ്പൊക്കെ ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാക്കിയത്, ഞാൻ റെക്കോർഡിങ് ഓണാക്കിയിട്ടില്ല. അപ്പോൾ എന്തായാലും ഫസ്റ്റ് മോയ്സ്ചറൈസർ ഇട്ടു, സൺസ്ക്രീൻ ഇട്ടു, ഐ ഷാഡോ കുറച്ച് ഇട്ടിട്ടുണ്ട്. അത്രയാണ് ഇതുവരെ ഞാൻ ചെയ്തത്. ബാക്കി ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോണേ ഉള്ളൂ. ഒരു ലിപ് ബാം. ഇത് വന്നിട്ട് വാസ്ലിൻ്റെ ലിപ് ബാമാണ് കേട്ടോ. ആ ലിപ് ബാം കൂടി അപ്ലൈ ചെയ്തു. ലിപ് ബാം ശരിക്കും ആദ്യം തന്നെ അപ്ലൈ ചെയ്യണമായിരുന്നു, നമ്മളെ ലിപ്സ് ഒന്ന് ഭയങ്കര സോഫ്റ്റായിട്ട് പ്ലംബി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ലൈറ്റായിട്ടല്ല, നല്ല ഡാർക്കായിട്ടൊന്ന് കണ്ണെഴുതണം എന്നാണ് വിചാരിക്കുന്നത്. സോ നമുക്ക് കണ്ണെഴുതാനുള്ള ഐലൈനർ തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇതാണ് പ്രശ്നം. ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും സാധനം ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ കാണില്ല കേട്ടോ. ഞാൻ ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം അതാണ്. ഇങ്ങനെ എല്ലാം ചിന്നിച്ചെതറി നിൽക്കുന്നുണ്ട്. ഫസ്റ്റ് നമുക്ക് കണ്ണെഴുതി കൊടുക്കാം. ക്ലിയർ ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു.
കണ്ണെഴുതി കൊടുക്കാം. കുറച്ച് ഡാർക്കായിട്ട് കണ്ണെഴുതാം. ഞാൻ യൂസ് ചെയ്യുന്ന ഹിമാലയൻ്റെ കാജലാണ്. ബന്ധപ്പെട്ടു. ഓക്കെ, നമ്മളെ കണ്ണെഴുതൽ കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് മസ്കാര ഇടാം. മുടി ഞാൻ അയച്ചിട്ട് വേറെ ഒന്നുമല്ല, മുടി ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ കെട്ടി വെക്കുമ്പോഴത്തേക്കും ഭയങ്കര തലവേദന വരും കുറച്ച് കഴിയുമ്പോഴത്തേക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മുടി അഴിച്ചിട്ടിരിക്കാം. സീ ദ ഡിഫറൻസ്. കാണുന്നില്ല അല്ലേ? പക്ഷെ ഭയങ്കര ഡിഫറൻസാണ് കേട്ടോ. നിങ്ങൾക്ക് ക്യാമറയിൽ കൂടെ കാണാത്തതുകൊണ്ടാണ്. ഭയങ്കര ഡിഫറൻസാണ്. ഭയങ്കരമായിട്ടും നമ്മളെ ലാഷസ് ശരിക്കും ഒരു ഫേക്ക് ലാഷ് വെച്ച പോലെ ഇരിക്കും. ഓക്കെ, ഡൺ. അപ്പോൾ നമ്മളെ കണ്ണുകൾ നന്നായിട്ട് എഴുതി കൊടുത്തു. ഇനി ഒരു ലിപ്സ്റ്റിക്. ഇത്രേ എൻ്റെ മേക്കപ്പ് ഉള്ളൂ. ഇത് നോർമലി ഞാൻ എപ്പോഴും ചെയ്യുന്ന മേക്കപ്പാണ്. ഇതിലങ്ങനെ ഭയങ്കര സ്പെഷ്യലായിട്ടൊന്നുമില്ല. എപ്പോഴും ചെയ്യുന്ന മേക്കപ്പ് തന്നെയാണ് അത്. പക്ഷേ ഓണത്തിന് റെഡിയാകുമ്പം അത് നിങ്ങളെ ഇവിടെ കാണിക്കാമെന്ന് വിചാരിച്ചു, അത്രയേ ഉള്ളൂ. സ്ഥിരമായിട്ട് ഞാൻ എപ്പോഴും ഇതേ മേക്കപ്പ് തന്നെയാണ് ഫോളോ ചെയ്യാറുള്ളത്. ഇന്ന് ഞാൻ 2 ഷെയ്ഡ്സ് മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു കളർ ആക്കിയെടുക്കുന്നത്. എനിക്കിങ്ങനെ പിങ്ക് ഷെയ്ഡ്സ് അത്ര ഇഷ്ടമല്ല കേട്ടോ. ഇത് വന്നിട്ടൊരു പിങ്ക് ഷെയ്ഡാണ്. ഞാൻ പിങ്ക് ഷെയ്ഡിൻ്റെ അത്ര വലിയൊരു ഫാനല്ല. ആക്ച്വലി ഞാൻ ബ്രിക്ക് റെഡ് ഷെയ്ഡ് എന്ന് പറഞ്ഞിട്ടാണ് മേടിച്ചത്. പക്ഷേ എൻ്റെ സ്കിന്നിൽ വരുമ്പോഴത്തേക്ക് ഇതൊരു പിങ്ക് ഷെയ്ഡാണ്. ഭയങ്കര ഒരു പിങ്ക് അണ്ടർ ടോണുള്ളൊരു ഷെയ്ഡാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര കൂടുതലായിട്ടുള്ള പോലെ ഫീൽ ചെയ്യും. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ ഈ ഒരു ലിപ്സ്റ്റിക്കും കൂടി മിക്സ് ചെയ്യും. ഇത് ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു ബ്രൗൺ ഷെയ്ഡാണ്. അതിങ്ങനെ മിക്സ് ചെയ്താൽ കറക്റ്റായിരിക്കും. കുറച്ച് നല്ലൊരു ബേൺഡ് റെഡ് ഷെയ്ഡായിട്ട് മാറും. ഇതൊന്ന് ഡ്രൈ ആവണം, ഒന്ന് സെറ്റിലാവണം ഈ സംഭവം. അപ്പം നമുക്ക് അപ്പോഴത്തേക്കും നമ്മൾ ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വരാം. ഞാൻ ഡിസൈൻ ചെയ്ത ഇത്രയും നേരം നിങ്ങളടുത്ത് പറഞ്ഞുകൊണ്ടിരുന്ന ഡ്രസ്സ് നിങ്ങൾക്ക് കാണണ്ടേ? അപ്പോൾ ഞാൻ വേഗം പോയിട്ട് ഡ്രസ്സ് ഇട്ടിട്ട് വരാം കേട്ടോ. ഡ്രസ്സ് ഇടണം, എനിക്ക് ജുംക്ക ഇടണം. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് ഊരി വയ്ക്കട്ടെ. ഇതൊക്കെ ഇന്നലെ തന്നെ ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചാൽ. ഞാൻ എപ്പോഴും ഒരു കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചാൽ പിന്നെ എനിക്ക് ചെയ്യാനേ പറ്റാറില്ല കേട്ടോ. പ്ലാൻ ചെയ്താൽ എനിക്ക് ആ കാര്യം വർക്കാവേയില്ല. പക്ഷേ ഞാൻ പ്ലാൻ ചെയ്യാണ്ടൊരു കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചാൽ അത് വർക്കാവും. അപ്പോൾ ഇനി മുതൽ ഞാൻ ഒരു തീരുമാനം എടുത്തു. ഞാനൊന്നും തന്നെ ഇനി തലേ ദിവസം പ്ലാൻ ചെയ്യില്ല. പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ കാര്യം എനിക്ക് നടക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതൊരു ടാസ്ക്കാണ് ഗൈസ്. അപ്പം ഞാൻ നിലത്തിരുന്നിട്ട് റെഡി ആയിക്കൊണ്ടിരുന്നേ. നമുക്ക് പോയിട്ട് എൻ്റെ കമ്മൽ, വള തുടങ്ങിയ സാധനങ്ങൾ എടുക്കാം. സോ യാ, ഇതിലാണ് ഞാൻ എൻ്റെ വളേൻ്റെ സെക്ഷൻസ് വയ്ക്കുന്നത്. ഇതിലെല്ലാ കളർ വളകളും ഉണ്ട് കേട്ടോ. അതാ ഇതിങ്ങനെ വയ്ക്കാൻ പറ്റില്ല, കാരണം എന്താ വെച്ചാൽ ഇതിൽ കുപ്പിവളകളാണ് കൂടുതൽ. അപ്പം ഇത് ഞാൻ താഴേക്ക് താഴ്ത്തി കഴിഞ്ഞാൽ അതെല്ലാം വീണ് പൊട്ടിപ്പോവും. അപ്പോൾ അതിൽ ഞാൻ ഫസ്റ്റ് തന്നെ കമ്മലിടാം എന്ന് വിചാരിച്ചു. സോ ദിസ് ഇസ് മൈ ജുംക്ക. ഇത് ഞാൻ ടൗണിൽ നിന്നിട്ട് മേടിച്ച SM സ്ട്രീറ്റിൽ മേടിച്ചിട്ടുണ്ടായിരുന്ന ജുംക്കയാണ് കേട്ടോ. സോ ഇത് ഫസ്റ്റ് ഞാൻ പോയി ഡ്രസ്സ് ഇട്ടിട്ട് വരാം അല്ലേ, അല്ലെങ്കിൽ ഇതെല്ലാം കൂടി കുടുങ്ങി വലിഞ്ഞ് പൊട്ടുന്ന തോന്നുന്നു. സോ ഞാൻ വേഗം പോയിട്ട് ഡ്രസ്സ് ഇട്ടിട്ട് വരാം കേട്ടോ. സാധനങ്ങളൊക്കെ നിലത്തിട്ടിട്ടാണ് ഞാൻ മേക്കപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഒന്ന് എടുത്ത് സൈഡിലേക്ക് വെക്കട്ടെ. സോ ഞാൻ റെഡിയായി ഗൈസ്. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഞാൻ കമ്മലിട്ടു, ജുമുക്ക ഇട്ടു, അതേപോലെ കയ്യിൽ വളയിട്ടു. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. എനിക്കിഷ്ടപ്പെട്ടോ. ഇനി എൻ്റെ ഹെയറും കൂടി ജസ്റ്റ് ഒന്നിങ്ങനെ അയച്ചിടാമെന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് കഴിഞ്ഞാൽ നമ്മളെ ലുക്ക് കംപ്ലീറ്റ് ആവുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ ധാവണി. ഇത് ആക്ച്വലി കാണിച്ചിടാം. ഇതിൻ്റെ ബാക്ക് സൈഡ് കണ്ടോ, ഇങ്ങനെയാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് വന്നിരിക്കുന്നത്. ഫുള്ള് കെട്ട് വെച്ചിട്ടുള്ള സംഭവമാണ് ബാക്കിൽ കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഫ്രണ്ട് സൈഡ് പ്രിൻസസ് കട്ടിലുള്ള ബ്ലൗസ്, നോർമലായിട്ടുള്ള പ്രിൻസസ് കട്ടിലുള്ള ബ്ലൗസാണ് അടിച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇവിടെ പഫ് സ്ലീവ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കുറച്ചുകൂടി ഈസിയായിട്ട് പഫ് സ്ലീവാണ് കൊടുത്തിട്ടുള്ളത്. അടിയിൽ ഇങ്ങനെ ടൈറ്റായിട്ട് നമ്മളൊരു എന്താ പറയുക, കസവില്ലേ, താഴത്തുള്ള കസവ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനത്തെ ധാവണി ഇങ്ങനെ തയ്പ്പിക്കണമെന്ന് ഞാൻ കുറച്ച് കാലമായിട്ട് വിചാരിക്കുമായിരുന്നു. ഇപ്പോഴാണ് അതിന് പറ്റിയത്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറയൂ കേട്ടോ ധാവണി.
ഹൗ ഇസ് മൈ ധാവണി. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഇത് ആക്ച്വലി പ്ലീറ്റ്സൊക്കെ നല്ല പ്രോപ്പറായിട്ട് എടുത്ത് അയൺ ചെയ്യണം കേട്ടോ. ഞാൻ അത്രയ്ക്ക് പ്രോപ്പറായിട്ടൊന്നും അയൺ ചെയ്തിട്ടില്ല, കാരണം എല്ലാം കൊണ്ട് ഞാൻ ലേറ്റായി. അപ്പോൾ ഞാൻ ഒരു തട്ടിക്കൂട്ട് പരിപാടിയാണ് ചെയ്തത്. ഇനി നമുക്ക് ഹെയറും കൂടി ഒന്ന് കെട്ടിയിട്ട് കാണാം. ഓക്കെ. സോ ഇതാണ് എൻ്റെ തിരുവോണം ലുക്ക് എന്ന് പറയുന്നത്. മുടി ഞാൻ ജസ്റ്റ് വെറുതെ ഇങ്ങനെ ഇവിടെ 2 സൈഡിലായിട്ട് സ്ലൈഡ് വെച്ചിരിക്കുകയാണ് കേട്ടോ. യെസ്, അപ്പം നമ്മളെ ഓണം ലുക്ക് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് നേരെ താഴത്ത് പോയിട്ട് എന്തൊക്കെയാണ് പരിപാടി എന്നുള്ളതൊക്കെ നോക്കാം കേട്ടോ. സോ ഞാൻ ഇനി ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. കുറച്ച് നേരം വീഡിയോസ്, മെയിനായിട്ട് ഞാൻ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നേ. താഴത്ത് പോയാൽ നമുക്ക് അതൊക്കെ. ഓക്കെ, ഇനി ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാം. ഇനി ഞാൻ ഇടാൻ പോകുന്ന ഡ്രസ്സ് വന്നിട്ട് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്ന, ഫ്ലിപ്കാർട്ടില്ല മീഷോന്ന് മേടിച്ചിട്ടുണ്ടായിരുന്ന ഭയങ്കര അഫോർഡബിൾ റേറ്റിൽ കിട്ടുന്ന ഡ്രസ്സാണ് കേട്ടോ. അപ്പം അതാണ് ഇന്ന് ഞാൻ ഇനി ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം ഞാൻ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഇനി ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വേണം ഫുഡ് കഴിക്കാൻ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, എന്നിട്ട് വേണം ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാൻ. അപ്പോൾ ഞാൻ ഡ്രസ്സ് കൂടി നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഐറൻ്റെ ഡ്രസ്സ്, ഫസ്റ്റ് ഡ്രസ്സ് കേട്ടോ. ഐറയ്ക്ക് 2-3 ഡ്രസ്സുണ്ട്. ഇത് ആദ്യത്തെ ഡ്രസ്സ് വീട്ടിലിടാൻ വേണ്ടിയിട്ട് ഐറ എടുത്തതാണ്. കണ്ണെഴുതുണ്ട് ഐറ? ഐറ റെഡി ആയിട്ടൊന്നുമില്ല, ചന്ദനക്കുറി മാത്രം തൊട്ട് വന്നാൽ. ഇഷ്ടമായോ ഡ്രസ്സ്? ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട് ഡ്രസ്സ്? സൂപ്പർ ഡ്രസ്സ് അല്ലേ? ആണ് വളേൻ്റെ അവസ്ഥ കേട്ടോ. ഞാൻ കുറേ മുന്നേ മേടിച്ചിട്ടുണ്ടായിരുന്നത് ഗ്രീൻ. അപ്പോൾ ഇതൊന്നും എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വലിച്ച് കയറ്റാൻ നോക്കിയപ്പോൾ ഇത് പൊട്ടിപ്പോയി. ഇതുണ്ടോ, ഇത് കംപ്ലീറ്റ് പൊട്ടി നാശമായിപ്പോയി. ഇതാണ് എൻ്റെ വളേൻ്റെ കളക്ഷൻ. വളരെ കുറച്ച് കളക്ഷനേ ഉള്ളൂ. ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി ആണ് സത്യം പറഞ്ഞാൽ വളേൻ്റെ മാല കമ്മലിൻ്റെ കളക്ഷൻ തുടങ്ങിയത് കേട്ടോ. മുന്നേ ഒരുപാട് ഉണ്ടായിരുന്നു, പക്ഷേ അതൊക്കെ ഞാൻ എവിടേക്കോ കൊണ്ടുപോയി കളഞ്ഞു. ഇപ്പം ഇതാണ് എൻ്റെ റീസെൻറ്റ് കളക്ഷൻ വളേൻ്റെ. കുറച്ച് കമ്മലുകളും ഉണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ മേടിച്ച കുറച്ച് കമ്മലുകളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങളെ ഞാൻ ഒരു ദിവസം കാണിച്ചു തരാം. പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്യട്ടെ. എൻ്റെ നെക്സ്റ്റ് ഡ്രസ്സ് എന്ന് പറയുന്നത് ഇതാണ്, ഈ വൈറ്റ് കളർ ഡ്രസ്സാണ്. അപ്പം ഇതിടാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ അപ്പം അങ്ങനെ അത് കഴിഞ്ഞിട്ട് വേണം പൂടാൻ വേണ്ടിയിട്ട് പോകാൻ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, ചായ പോലും കുടിച്ചിട്ടില്ല ഗൈസ്. അപ്പം അതൊക്കെ ചെയ്യണം ഇനി പോയിട്ട്. നല്ല ചൂട് കേട്ടോ, ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂട്. മെയിൻലി നമ്മളിങ്ങനെ റെഡി ആയിട്ടൊക്കെ നിൽക്കുമല്ലോ, ഒരുങ്ങി നിൽക്കുമ്പോഴത്തേക്കും ഭയങ്കര ചൂടാണ്. എനിക്കാണെങ്കിൽ ഭയങ്കര സ്വെറ്റാണ്. അതായത് ഞാൻ ഒരു 2 മിനിറ്റ് വെറുതെ പുറത്ത് നിന്നാൽ തന്നെ ഞാനിങ്ങനെ വേർത്തൊഴുകുന്ന ആളാണ്. അപ്പം അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനെ റെഡി ആയിട്ടൊക്കെ നിൽക്കുമ്പോൾ. എവിടെയെങ്കിലും കല്യാണത്തിനൊക്കെ പോകുമ്പോഴാണ് ഭയങ്കര ബുദ്ധിമുട്ട് കേട്ടോ. കാരണം നമ്മൾ ഒരുങ്ങി പോകുമ്പോഴത്തേക്ക് അവിടെ എത്തുമ്പോഴത്തേക്ക് മേക്കപ്പൊക്കെ ഏകദേശം ഒലിച്ച് പോയിട്ടുണ്ടാവും. അപ്പം ഞാനിനി കഥ പറഞ്ഞിരിക്കില്ല, വേഗം പോയിട്ട് ഡ്രസ്സ് മാറ്റി വരട്ടെ കേട്ടോ. ഇതാണ് എൻ്റെ നെക്സ്റ്റത്തെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത്. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ക്ലോത്താണ്. കോട്ടൺ മെറ്റീരിയലാണ് തോന്നുന്നു, മിക്സ്ഡ് കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ, പ്യുവർ കോട്ടൺ അല്ല. ഭയങ്കര സുഖമാണ് ഇടാൻ വേണ്ടിയിട്ട് കേട്ടോ. ഭയങ്കര നേർമ തുണിയാണ്. അപ്പോൾ നമുക്ക് ഇടാൻ വേണ്ടിയിട്ട് ഭയങ്കര സുഖമാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ്. പിന്നെ ഇത് നിഴലടിക്കും കേട്ടോ, ഭയങ്കര ഷാഡോ അടിക്കും. അതുകൊണ്ട് ഞാൻ ഉള്ളിലൊരു ഇന്നറൊക്കെ ഇട്ടിട്ടാണ് പെയർ ചെയ്തിരിക്കുന്നത്. ഇന്നറൊക്കെ ഇട്ടിട്ടാണ് ഡ്രസ്സ് ഇട്ടിരിക്കുന്നത്. യെസ്, ഇതിന് ടോപ്പും ബോട്ടം ഒക്കെ വരുന്നുണ്ട്. ബിലോ 500 ഓഫ് ബിലോ 500 ആണ് കേട്ടോ. ഇത് 400 അല്ലെങ്കിൽ 380 സംതിങ് ആണ് കേട്ടോ. ലിങ്ക് വേണമെങ്കിൽ താഴ്ത്ത് കൊടുക്കാം. ഭയങ്കര സുഖമാണ് ഇടാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ എൻ്റെ ഓർണമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ അടിച്ചു വെക്കട്ടെ. ഇനി ഇത് ഊരുമ്പോൾ എത്ര എണ്ണം പൊട്ടും എന്നറിയില്ല കേട്ടോ. ഭയങ്കര ടാസ്ക്കാണ് ഇത്. ചെറുതായി പോയാണ് ഭയങ്കര ടാസ്ക്കാണ് വള. ഭയങ്കര വേദനയും, നമ്മൾ ഊരുമ്പോഴത്തേക്കും ഭയങ്കര വേദനയാട്ടോ ഇത്. എനിക്ക് ഫുൾ ഓൺ വീഡിയോ, നമ്മൾ ചിറ്റ് വീഡിയോ ഒക്കെ പോലത്തെ വീഡിയോ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഇന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നമുക്ക് ചിറ്റ് വീഡിയോ പോലത്തെ വോയിസ് ഓവർ കൊടുക്കാണ്ട് നമ്മൾ ചിറ്റ് വീഡിയോ പോലത്തെ വീഡിയോ ചെയ്യണമെന്ന് ഞാനിങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. യെസ്, അത് നടന്നു. എന്തായാലും ഫുൾ ഞാൻ ഇന്ന് ചിറ്റ് വീഡിയോ പോലെ ആയിരിക്കും ഇത് പോസ്റ്റ് ചെയ്യും. ഫുള്ള് ഞാൻ സംസാരിച്ചുകൊണ്ട് മേക്കപ്പ് ചെയ്തു, എല്ലാം ചെയ്തു. അങ്ങനത്തെ ഒരു വീഡിയോ ആക്കണം എന്നാണ്. എൻ്റെ വളയും മാലയൊക്കെ ഒരു സേഫായിട്ട് എടുത്ത് വെച്ചു കേട്ടോ. സ്മൂത്തനിങ് ചെയ്തപ്പോഴത്തേക്കും
അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഒട്ടും തന്നെ സ്വെറ്റ് ആവാൻ പാടില്ല ആ ഒരു 2 ഡേയ്സിലേക്ക്. പക്ഷെ ഞാൻ സ്വെറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നമുക്ക് എനിക്ക് കുറേ പരിപാടികളുണ്ടായിരുന്നു ഇപ്രാവശ്യം. അപ്പോൾ അതുകൊണ്ട് ഞാൻ വർക്കൗട്ട് ചെയ്തു, ഡാൻസ് ചെയ്തു, അങ്ങനത്തെ കുറേ പരിപാടികളുള്ളതുകൊണ്ട് ഞാൻ ഭയങ്കരമായിട്ട് സ്വെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് അത്ര ലാസ്റ്റ് ചെയ്യില്ല എന്ന് തോന്നുന്നു കേട്ടോ. എനിക്കറിയില്ല, ഇപ്പോൾ ഇതുവരെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ എന്നാലും എനിക്കൊരു ചെറിയൊരു പേടിയുണ്ട് ഇത് ലാസ്റ്റ് ചെയ്യില്ലേന്ന്. കാരണം അത്രയും ഞാൻ സ്വെറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ എൻ്റെ കമ്മൽ തിരിച്ചിടട്ടെ കേട്ടോ. ഗോൾഡിൻ്റെ കമ്മൽ ഇത് എപ്പോഴും ഞാൻ മറന്നു പോകും. എവിടെയെങ്കിലും ഊരി വെച്ച് കഴിഞ്ഞാൽ അവിടെ ഊരി വെച്ച് പോകും. ഇപ്പം ശ്രദ്ധിക്കും ഞാൻ, കാരണം അമ്മ എന്നെ ചീത്ത പറയും കേട്ടോ. എവിടെയെങ്കിലും ഊരി വെച്ചാൽ എനിക്ക് മറന്നു പോകും. ഭയങ്കര മറവിയാണ് ഗൈസ്. ഈ ചെറിയ പ്രായത്തിലേ ഭയങ്കര മറവിയാണ്. കുറച്ചും കൂടി പ്രായമായാൽ ഒന്നും ഓർമ്മ ഉണ്ടാവും തോന്നുന്നില്ല. ഞങ്ങളിന്ന് ഉച്ചയ്ക്ക് ശേഷം വീട്ടിലേക്ക് വെച്ചാൽ അമ്മമ്മേൻ്റെ വീട്ടിലേക്ക് പോകും. എല്ലാവരും ഉച്ചയ്ക്ക് ശേഷം അവിടെ എത്തും, കസിൻസ് എല്ലാവരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ സാധനങ്ങളൊക്കെ എടുത്ത് താഴത്ത് കൊണ്ടുവയ്ക്കട്ടെ വിചാരിച്ചിട്ടാണ്. കാരണം അല്ലെങ്കിൽ ഞാൻ മറന്നു പോവും. ഓരോ സാധനങ്ങൾ അവിടെ ഇവിടെ ആയിപ്പോവും. പിന്നെ ഞങ്ങൾ 6th തിരിച്ച് ഒറ്റപ്പാലം പോവാണ്. അർജു ഇസ് കമ്മിങ് ഓൺ 6th. അപ്പോൾ അത് കഴിഞ്ഞാൽ ഞങ്ങൾ ഒറ്റപ്പാലത്ത് പോവും. അപ്പം അതുകൊണ്ട് അവിടെ ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ട് കേട്ടോ. ഞങ്ങളെ കസിൻ്റെ കല്യാണം ഉണ്ട്, പിന്നെ അർജുൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണം ഉണ്ട്. അതിനൊക്കെ പോകണം. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് സാധനങ്ങൾ അവിടെ കൊണ്ടുപോയി വയ്ക്കാം. എന്നാൽ പിന്നെ നമ്മൾ മറന്നു പോയില്ലല്ലോ. അല്ലെങ്കിൽ കല്യാണത്തിന് പകുതി സാധനങ്ങൾ ഞാൻ മറന്നു പോകും. എല്ലാം വാങ്ങിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എല്ലാം പെട്ടിയിൽ പാക്ക് ചെയ്ത് നമുക്കവിടെ സേഫായിട്ട് എത്തിക്കണം. അതാണ് ടാസ്ക്. അയറൂൻ്റെയും എൻ്റെയും അർജുൻ്റെയും ഒക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. അവിടേക്ക് പോണതിൻ്റെ മുമ്പ് എല്ലാം സെറ്റാക്കണം. ഇനി അതൊക്കെ കൊണ്ടുപോയി താഴ്ത്തു. മൈ ഗോഡ്, ഒരു കാര്യം മറന്നുപോയി. നിങ്ങൾ ഈ റൂമിൻ്റെ കോലം നോക്കൂ ഗൈസ്. ഞാൻ റെഡി ആയി കഴിഞ്ഞാൽ ഇങ്ങനെയാട്ടോ. ഇങ്ങനെ എല്ലാ സാധനങ്ങളും മാറി വലിച്ചിട്ടിട്ടുണ്ടാവും. ഇനി അതൊക്കെ ഒന്ന് മടക്കി വെച്ചിട്ട് പോകാം, അല്ലെങ്കിൽ എൻ്റെ അമ്മ എന്നെ കൊല്ലും. ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മളെ ഫുഡ്. വളരെ മിനിമൽ ആയിട്ടുള്ളൊരു സദ്യയാണ്. അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉള്ള സദ്യയല്ല കേട്ടോ. ഇത്രയും ഐറ്റംസ് മതി എന്ന് നമ്മൾ തന്നെ പ്ലാൻ ചെയ്തതാണ്. കാരണം ഒരുപാട് ഐറ്റംസ് ആയാൽ ആരും തന്നെ കഴിക്കില്ല. അപ്പോൾ ഇത്രയും ഐറ്റംസ് മാത്രം മതി, നമുക്ക് ചിക്കൻ മീനൊക്കെ എക്സ്ട്രാ ആഡ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് ഇത്രയും മിനിമൽ ആയിട്ടുള്ളൊരു സദ്യ ഒരുക്കിയത് കേട്ടോ. സാധാരണ എപ്പോഴും കിറ്റ് മേടിക്കാറാണ് പതിവ് ഇവിടെ. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ സദ്യ ആക്കാം എന്ന് വിചാരിച്ചു. പിന്നെ പൂക്കളൊക്കെ ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് വലിയ ടാസ്ക്കാണ് പൂക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ ചിന്നേച്ചി അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയം കൊണ്ട് നമുക്ക് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം എന്ന് വിചാരിച്ചു. ഫസ്റ്റ് തന്നെ ഞാൻ അയറുന് ഫുഡൊക്കെ കൊടുത്തു കേട്ടോ. അവളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല രാവിലെ. അപ്പോൾ അവൾക്ക് ഫുഡൊക്കെ കൊടുത്തു. പിന്നെ അച്ചമ്മയും മോളും തമ്മിൽ ഭയങ്കര സ്നേഹപ്രകടനം കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അതിനുശേഷം ഞാനും ഫുഡ് കഴിച്ചു കേട്ടോ. രാവിലെ ദോശയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്, പിന്നെ എഗ്ഗ് ഉണ്ടായിരുന്നു. അതെല്ലാം കൂടി കൂട്ടി നല്ല അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു. എനിക്ക് ജനറലി ദോശ ഹോട്ടലത്തെ മാത്രമേ ഇഷ്ടമുള്ളൂ കേട്ടോ. എനിക്ക് വീട്ടിലുണ്ടാക്കുന്ന ദോശ ഒട്ടും ഇഷ്ടമല്ല. എന്താണെന്നറിയില്ല, എനിക്ക് മസാല ദോശയോടാണ് കൂടുതൽ താല്പര്യം. എനിക്ക് ഇങ്ങനത്തെ ദോശ അത്ര ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ദോശ മാത്രമേ കഴിക്കുന്നുള്ളൂ. അപ്പോഴാണ് ഞാൻ രാവിലെ മുതൽ ഇന്ന് ഫോണിൽ നോക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എനിക്ക് മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം ഇന്ന് റെസ്പോണ്ട് ചെയ്തിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം എന്ന് വിചാരിച്ചു. ഇങ്ങനത്തെ ചട്നി ഞങ്ങൾ സ്ഥിരമായിട്ട് ഇവിടെ അച്ഛമ്മേൻ്റെ വീട്ടിൽ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഇത് അച്ഛനൊക്കെ സൂപ്പറായിട്ട് ഉണ്ടാക്കും. ഇവിടെ സ്ഥിരം അധിക ഫുഡിനും ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ഈ ചമ്മന്തി. പിന്നെ കപ്പയ്ക്കൊക്കെ ഈ ചമ്മന്തി അടിപൊളിയാണ്. ഞാൻ ഒരു പ്രാവശ്യം ദുബായിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഈ ചമ്മന്തി. ഭയങ്കര ടേസ്റ്റാണ്. അതിൻ്റെ കൂടെ കുറച്ച് സാമ്പാറും കൂടി എടുക്കുന്നുണ്ട്. ഉച്ചത്തേക്ക് ഉണ്ടാക്കി വെച്ച സാമ്പാറാണ് കേട്ടോ. അപ്പോൾ അതും കൂടി എടുത്ത് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് അയറൂന് ഭയങ്കര ഇഷ്ടമാണ് ഈ ചമ്മന്തി. അപ്പോൾ അവൾക്കും ദോശ കുറച്ചും കൂടി വേണമെന്ന് പറഞ്ഞപ്പം ഞാൻ അവൾക്കും കൂടി അതിൻ്റെ ഇടയ്ക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും അമ്മ എനിക്ക് ചായ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. സാധാരണ ഞാൻ നീറ്റ് ഉടനെ തന്നെ ചായ കുടിക്കാറുണ്ട്. പക്ഷേ ഇന്ന് എനിക്ക് അതിന് ടൈം കിട്ടാത്തതുകൊണ്ട് അമ്മ എനിക്ക് ചായയൊക്കെ പൂക്കളത്തിൽ പ്രോ ആണ് ചിന്നേച്ചി. അതുകൊണ്ട് വരയ്ക്കൊന്നും വേണ്ട, തന്നെ ഇടാൻ വേണ്ടി പറ്റും. വർഷങ്ങളായിട്ട് ഇവിടെ പൂടുന്ന ഒരാളാണ്. അപ്പം അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അമ്പലം എന്തിനാ? ഓക്കെ, ഇതവിടെ ഒരു ആമ്പലം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ആമ്പലാണോ താമരയാണോ അത്? ആമ്പലും താമരയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പുറത്തെ വീട്ടിൽ പാട്ട് വെച്ചുകൊണ്ട് ചിലപ്പോൾ കോപ്പിറൈറ്റ് അടിക്കാൻ ചാൻസ് ഉണ്ട്. സോ ഞാൻ കട്ട് ചെയ്യട്ടെ. പിന്നെ ഇവിടെ അത്യാവശ്യം ചെടികളും പൂവൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഇപ്പം തന്നെ താഴത്തെത്തിയേനെ, ചെറുതായിട്ടും സ്ലിപ്പായി.
പിന്നെ നമ്മൾ എന്തെങ്കിലും ഒക്കെ ഇവിടുന്നും കൂടി പറിച്ച് അതിൻ്റെ കൂടെ പൂക്കളുടെ കൂടെ പൂക്കളത്തിൻ്റെ കൂടെ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ച് പൂവൊക്കെ പറിച്ചു. കുറച്ചെന്ന് വെച്ചാൽ ഈ ഒരു സംഭവം മാത്രമേ പറിച്ചുള്ളൂ. ഇത് വന്നിട്ട് നമ്മളുടെ ആമ്പലാണ്. ആമ്പൽ പറിച്ചു കേട്ടോ. അവരിങ്ങനെ ഒരു കുടമൊക്കെ സെറ്റാക്കി ആമ്പലയിൽ വളർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി പറിച്ച് നടുക്കിൽ വയ്ക്കാം എന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ പൂവൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുക. ഇവിടെ ചെറിയ പൂക്കളാണ് ഇട്ടിട്ടത്. അങ്ങനെ വലുതായിട്ട് ആർഭാടതയോട് കൂടിയിട്ടൊന്നും ഇവിടെ ഇട്ടിട്ടില്ല. അമ്മമ്മേൻ്റെ വീട്ടിലായിരുന്നു ഭയങ്കര ആർഭാടതയോട് കൂടിയിട്ട് പൂക്കൾ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇവിടെ വളരെ മിനിമലായിട്ടുള്ള പൂക്കളാണ് ഇട്ടത്. നോർമലി അച്ഛമ്മേൻ്റെ വീട്ടിൽ അങ്ങനെ ഭയങ്കര വലിയ പൂക്കളം ഒന്നും ഇടാറില്ല കേട്ടോ. ചെറിയൊരു പൂക്കളാണ് ഇടാറുള്ളത്. അപ്പം ആ പൂക്കളൊക്കെ ഒന്ന് സെറ്റാക്കി. ചിന്നേച്ചിയാണ് ഇതിൽ പകുതിയും ചെയ്തത് കേട്ടോ. ഞാൻ ലാസ്റ്റ് മിനിറ്റിലാണ് എത്തിയത്. അപ്പോൾ ലാസ്റ്റ് മിനിറ്റിൽ എനിക്ക് ചെയ്യാൻ പറ്റിയ ഹെൽപ്പൊക്കെ ഞാൻ ചെയ്തു കൊടുത്തു കേട്ടോ. ഓൾറെഡി എല്ലാം കട്ട് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ എൻ്റെ പണി വളരെ എളുപ്പമായിരുന്നു. ജസ്റ്റ് അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക എന്നുള്ള പണി മാത്രമേ ഉള്ളൂ കേട്ടോ. പണ്ടൊക്കെ ചിന്നേച്ചി കുറേ നേരം ഇരുന്നിട്ട് പൂക്കളത്തിനൊക്കെ വരയ്ക്കുമായിരുന്നു. അങ്ങനെ ചോക്കൊക്കെ വെച്ചിട്ട് വരയ്ക്കുമായിരുന്നു. അടിപൊളിയായിട്ട് വരയ്ക്കുമായിരുന്നു. പക്ഷെ ഇപ്പം വളരെ മിനിമലാക്കാം എന്ന് വിചാരിച്ച് വട്ടം ആയിരുന്നു കേട്ടോ. നമ്മളെ എപ്പോഴും എല്ലാവരും ഇടുന്നൊരു പൂക്കളം സ്റ്റൈലാണല്ലോ ഈ വട്ടം. അപ്പോൾ അതായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളൊരു ഭാഗത്ത് നിന്ന് ഇടുമ്പോഴത്തേക്കും ഒരു ഭാഗത്ത് നിന്ന് അതെല്ലാം തട്ടി താഴ്ത്തിരുന്നുണ്ടായിരുന്നേ. ഇവിടെ പായസം ഉണ്ടാക്കുന്നത് ഞാനാണ് കേട്ടോ. ഞാനിവിടെ ഇളക്കാൻ വേണ്ടി വന്ന പായസം. അനിയേട്ടൻ്റെ വക ഇന്ന് ചിക്കൻ. എന്താ അനിയേട്ടത്? ചിക്കൻ അങ്ങനെ പേരൊന്നുമില്ല. ചിക്കൻ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നത്. കോഴിക്കോട്ടുകാർക്ക് ചിക്കനും മീനും ഇല്ലാണ്ട് എന്ത് സദ്യ അല്ലേ? വയനാട്ടുകാരനാണെന്ന് പറയുന്നത്. വെജിറ്റേറിയൻ കഴിക്കേണ്ടതാണ്. പക്ഷെ കോഴിക്കോട് വന്ന് പെട്ടുപോയി ചിക്കൻ ഉണ്ടാക്കേണ്ട അവസ്ഥയായി. ഇവിടെ പായസം ഓൾസോ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഡ്യൂട്ടി എനിക്കാണ് കിട്ടിയത്. പായസം മണക്കാനുള്ള ഡ്യൂട്ടി. അച്ഛൻ സാധാരണ അങ്ങനെ പണികളൊന്നും എടുക്കില്ല. പക്ഷെ എന്നെന്തോ പണിയെടുക്കുന്നുണ്ട്. മിൽക്ക് മെയ്ഡ് അത് മിൽക്ക് മെയ്ഡ് കുക്കറിലിട്ട് വേവിച്ച ആദ്യത്തെ വ്യക്തിയായിരിക്കും. ആദ്യത്തെ നല്ല ലക്ഷ്മി നായർ ഇത് നിങ്ങൾ അതിനെ ചോട് ഞാൻ നോക്കിയിട്ടില്ല. ടേസ്റ്റായിരുന്നു. പിന്നെ ഈ ഒരു മിക്സി ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഒരു മിക്സി കണ്ടിട്ടില്ല. ഇതിൽ നമ്മൾ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ തേങ്ങാപ്പാലായിട്ട് വരും. കുക്കറിൽ വേവിച്ച മിൽക്ക് മെയ്ഡാണ് കേട്ടോ. ഇങ്ങനെയാണ് ഇരിക്കുക. ലക്ഷ്മി നായർ പറഞ്ഞു കൊടുത്ത ട്രിക്ക് എന്നാണ് പറയുന്നത്. കുക്കർ ചിക്കൻ പറ്റുന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും അല്ലേ. പിന്നെ നമ്മളെ സദ്യേൻ്റെ ഐറ്റംസ് ഇതായിരുന്നു. ആദ്യം ഒരു മാങ്ങേൻ്റെ അച്ചാറുണ്ടായിരുന്നു, കൂട്ടുകറി, അവിയൽ, ഉപ്പേരി ഉണ്ടായിരുന്നു. പയറിൻ്റെ ഉപ്പേരി ആയിരുന്നു കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ചോറ്, അതിൻ്റെ കൂടെ സാമ്പാർ, ഈ ഐറ്റംസൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ നമ്മളുടെ മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നത് ചിക്കൻ ഉണ്ടായിരുന്നു കേട്ടോ. ഈ പ്രാവശ്യം ചിക്കൻ വരട്ടായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ചിക്കനൊക്കെ നന്നായി ഫ്രൈ ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഐറ്റമാണ് ഈ ചിക്കൻ വരട്ട് പറയുന്നത്. പിന്നെ നമുക്ക് ഫിഷ് ഉണ്ടായിരുന്നു, ഫിഷ് പൊരിച്ചതും ഉണ്ടായിരുന്നു, കറി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടി കൂട്ടി അടിപൊളി ഒരു നോൺ വെജ് സദ്യയും കൂടി കഴിച്ചു കേട്ടോ. സദ്യയും കൂടി കഴിച്ചപ്പോൾ ഏകദേശം ഓഫായിട്ടുണ്ടായിരുന്നു. അത്രയും ടയർഡായിരുന്നു സദ്യയും കൂടി കഴിച്ചപ്പോൾ. ഉറങ്ങണം എന്ന് വിചാരിച്ചെങ്കിൽ കൂടിയിട്ട് ഉറങ്ങാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ പോകണമായിരുന്നു. അതുകൊണ്ട് നമ്മൾ കഴിച്ച് കുറച്ച് നേരം തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പ്ലാൻ ചെയ്തു. അച്ഛമ്മേൻ്റെ വീട്ടിൽ നിന്ന് ഇനി അമ്മേൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള യാത്രയിലാണ്. ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോകാം. അപ്പോൾ സദ്യയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇനി നമ്മൾ അമ്മേൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഉറങ്ങണം എന്നൊക്കെ വിചാരിച്ചു, ബട്ട് പറ്റില്ല. കാരണം നമുക്ക് ഇപ്പം തന്നെ ഇറങ്ങണം. 3:45 അപ്പം നന്ദൻ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. അവർ വരുന്ന വഴിക്ക് വന്നതാണ് കേട്ടോ. അവരുടെ വീട്ടിൽ നിന്ന് വരുന്ന വഴിക്ക് വന്നതാണ്. സോ നമ്മൾ ഇനി പോവാണ്. ടാറ്റ ബൈ ഒക്കെ പറഞ്ഞ് നമുക്ക് സാധനങ്ങളൊക്കെ എടുത്ത് ഒരു കുന്ന് സാധനങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോകാനായിട്ടുണ്ട്. അതൊക്കെ എടുത്തിട്ട് വേഗം പോവാം. എൻ്റെ ചാർജറും മൊബൈലൊക്കെ മെയിനാട്ടോ. അവിടെ ചാർജർ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവിടെ ദുബായിത്തെ മറ്റേ നമ്മളെ ചാർജറിൻ്റെ പിന്നുണ്ടല്ലോ, ഇങ്ങനെ സ്ക്വയർ ടൈപ്പില്ല, ആ പിന്നായതുകൊണ്ട് അതിൻ്റെ കൂടെ ഈ അഡാപ്റ്റർ ഇല്ലെങ്കിൽ എവിടെയും കൊണ്ടുപോയി ചാർജ് ചെയ്യാൻ വേണ്ടി പറ്റില്ല കേട്ടോ. അതൊരു വലിയ ബുദ്ധിമുട്ടാണ്. ഇവൻ്റെ കൊളാബറേഷൻ അക്സെപ്റ്റ് ചെയ്തില്ല. എന്താ ചെയ്തില്ല, അതുകൊണ്ട് എനിക്ക് വ്യൂസ് കുറവാണ് ഗൈസ്. നിങ്ങളുണ്ട് എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഇവർ 2 കൊളാബറേഷൻ ഒരുമിച്ച് കൊടുത്തപ്പോൾ ഇവരൊന്നും അക്സെപ്റ്റ് ചെയ്തില്ല. രണ്ടാമത്തെ എന്താ ചെയ്യാത്ത?
കിച്ചു ചെയ്തില്ല. തിരിച്ച് നമ്മൾ അമ്മേൻ്റെ വീട്ടിലേക്ക് പോവാണ്. ഇപ്പം അയറൂനാണെങ്കിൽ കാറിൽ ഇങ്ങനെ പാട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഡാൻസ് കളിക്കാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവളിങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അവൾക്ക് പാട്ടൊക്കെ വെച്ച് കൊടുത്ത് സെറ്റാക്കി നിർത്തിയിരിക്കുകയാണ് കേട്ടോ അവളെ. പിന്നെ നമ്മൾ നേരെ അമ്മമ്മേൻ്റെ വീട്ടിൽ പോയി. ഇതാണ് അവിടുത്തെ പൂക്കളം. ഭയങ്കര ഗ്രാൻഡായിട്ടാണ് കേട്ടോ ഇപ്രാവശ്യം ഇട്ടിരിക്കുന്നത് ഇവിടെ പൂക്കളം. ഇത് ഇവിടുന്ന് അടിച്ചു മാറ്റി കൊണ്ടുവന്ന ഒരു ഡ്രസ്സാണ്. ഏതോ ഒരു ഹിന്ദിക്കാരൻ്റെ അടുത്ത് അടിച്ചു മാറ്റി കൊണ്ടുവന്ന. ആ പിന്നെ കോസി സംസാരിക്കാനാ. യെസ്, അപ്പം ഒരു ടീം ഇവിടുന്ന് അവരുടെ വീട്ടിലേക്ക് പോവാണ് ഗൈസ്. ഇവരിവിടെ നിൽക്കുന്ന ടീംസാ. യെസ്, ഓരോരുത്തരെ എത്തി തുടങ്ങുന്നു. ഹാപ്പി ഓണം. ഇതാ ക്യാമ ഫോട്ടോ വീഡിയോ എടുക്കാം. വലിയ പൂക്കളാണല്ലോ നിങ്ങളെ വീട്ടിലിട്ടെ. ഒരു പൂക്കളം ഭയങ്കര വലിയ പൂക്കളമാണ് ഗൈസ്. ബാക്കിയുള്ള പൂ ഇതാ പാർസലാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഞാനല്ല. ഇനി നമുക്ക് ചായ കുടിക്കാൻ വേണ്ടി ഗോമേൻ്റെ വീട്ടിലേക്ക് പോകാം. ഗോമേൻ്റെ വീട്ടിലെ പൂക്കളം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ചായ ഗോമേൻ്റെ വീട്ടിൽ നിന്നാണ്. യൂഷ്വലി എല്ലാ പ്രാവശ്യം ഓണത്തിൻ്റെ ചായ ഗോമേൻ്റെ വീട്ടിൽ നിന്നായിരിക്കും. ഇതാണ് ഗോമേൻ്റെ വീട്ടിലത്തെ പൂക്കളം. ഇതും അത്യാവശ്യം വലിയ പൂക്കളം കേട്ടോ. എല്ലാവരും ഈ പ്രാവശ്യം ഇട്ടിരിക്കുന്നത് സ്ഥലമില്ല നടക്കാൻ. ഒരേ പൊസിഷനിലിരുന്ന് ചാടിക്കുന്നു. ഇവിടെ ചിറ്റും പ്രജേശിയൊക്കെ വരുമ്പോഴത്തേക്കും അവരുടെ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള ഐറ്റംസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ടേസ്റ്റ് ചെയ്യായിരുന്നു കേട്ടോ. പ്രജേശി വരുമ്പോഴത്തേക്കും വെജിറ്റബിൾ ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാൻ നന്നായി സദ്യ കഴിച്ചിട്ടാണ് വന്നത്. പക്ഷെ അതും കൂടി കഴിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും കൂടി ഷെയർ ചെയ്തുകൊണ്ട് തന്നെ 2 വായ മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പക്ഷെ ഒരു വലിയ പാത്രം നിറയെ ബിരിയാണി ഉണ്ടായിരുന്നു. എല്ലാവരും കൂടി കഴിച്ച് വരുമ്പോഴത്തേക്കും 2 വായ മാത്രം കിട്ടി. പിന്നെ ഞാൻ കിച്ചുവിൻ്റെ ഫോണിൽ ഓരോന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. എൻ്റെ ഇൻസ്റ്റഗ്രാമൊക്കെ അവൻ്റെ ഫോൺ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. പിന്നെ ഗോമയ്ക്ക് ഈ ഒരു ടാറ്റു പോലത്തെ ഈ ഒരു സ്റ്റിക്കർ വെച്ചിട്ട് നമുക്ക് മെഹന്തി ഇട്ട് കൊടുക്കുന്ന ഒരു സംഭവം ചെയ്തു തരുമോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ആദ്യമായിട്ടാണ് ഈ ടാറ്റു കാണുന്നത് കേട്ടോ. ടാറ്റു അല്ലത് സ്റ്റിക്കറാണ്. ഈ സ്റ്റിക്കർ വെച്ചിട്ട് അതിൻ്റെ മുകളിലൂടെ മെഹന്തി ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ഡിസൈൻ വരും അങ്ങനെയാണ് സംഭവം. അപ്പോൾ ഞാൻ ആദ്യമായിട്ടുണ്ടായതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇങ്ങനത്തെ പരീക്ഷണങ്ങളൊക്കെ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് നേരം പരീക്ഷിച്ചു. പിന്നെ പ്രജേച്ചി വന്നാൽ പ്രജേച്ചിയും കുറച്ച് നേരം പരീക്ഷിച്ചു കേട്ടോ. പക്ഷേ ഇങ്ങനത്തെ മെഹന്തി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൈ വെച്ചിട്ട് അതിനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രം അത് കറക്റ്റായിട്ട് ആ ഒരു ഡിസൈനിൽ വരുള്ളൂ കേട്ടോ. ഇങ്ങനെ ട്യൂബ് വെച്ച് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം ട്യൂബിൽ നിന്ന് കയ്യിലേക്ക് എടുത്ത് എന്നിട്ട് സ്പ്രെഡ് ചെയ്തൊക്കെ കൊടുത്തിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടി. പക്ഷേ ഭയങ്കര ഈസിയാണ് കേട്ടോ. ഡിസൈൻ അങ്ങനെയും നമുക്ക് കിട്ടും. ഡിസൈനൊന്നും വരയ്ക്കേണ്ട ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കില്ല കേട്ടോ. പ്രജേച്ചിൻ്റെ അപ്പുറത്ത് നിൽക്കുന്നതാണ് നമ്മൾ അഞ്ജലേച്ചിയാണ് നമ്മളെ ഇവിടെ വീടൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ചേച്ചിയാണ് കേട്ടോ. പിന്നെ ഞാനിതാ എൻ്റെ കയ്യിലും കൂടി മെഹന്തി ഇടാം എന്ന് വിചാരിക്കുമായിരുന്നു കേട്ടോ. എനിക്കിങ്ങനെ കുറേ കാലമായിട്ട് ആഗ്രഹമായിരുന്നു ഇങ്ങനെ കംപ്ലീറ്റ് ഒരു ക്യാപ്പ് പോലെ ഇടല്ലേ നമ്മളെ കയ്യിൽ, അങ്ങനെ ഇടണം എന്ന് ഭയങ്കര ആഗ്രഹമായിട്ട് ഞാൻ അങ്ങനെ എൻ്റെ കയ്യിൽ 2 കയ്യിലും ഇട്ടു കേട്ടോ. ഇട്ട് കഴിഞ്ഞപ്പോഴായിരുന്നു വേണ്ടാന്ന് തോന്നിയത് കേട്ടോ. കാരണം ഇതെന്താ വെച്ചാൽ നല്ല റെഡ് ആയിട്ടില്ലെങ്കിൽ ഭയങ്കര വൃത്തികേടാണ് ഇങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ. പക്ഷേ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടു. എന്നാൽ ഒരു ഫുള്ളി സാറ്റിസ്ഫൈഡ് അല്ല. അങ്ങനെ കംപ്ലീറ്റ് ഇട്ടു. ഒരു കയ്യിൽ ഞാനിട്ടു, ഒരു കയ്യിൽ എനിക്ക് അമ്മ ഹെൽപ്പ് ചെയ്തു കേട്ടോ. കാരണം ഇപ്പുറത്തെ കയ്യിൽ എനിക്ക് ഇടാൻ വേണ്ടി പറ്റില്ലല്ലോ. പിന്നെ ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഫോൺ നോക്കാൻ പറ്റില്ല, ഒന്നിനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് വാഷ് ചെയ്ത് കളഞ്ഞു കേട്ടോ. അങ്ങനെ അപ്പോഴത്തേക്ക് എല്ലാവർക്കും ഇടണമെന്നായി. അങ്ങനെ എല്ലാവരും മെഹന്തി കയ്യിലിട്ടിട്ടുണ്ടായിരുന്നേ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും ഇരുന്ന് സംസാരം ആയി. ഇങ്ങനെ കുറേ നേരം നമ്മളിങ്ങനെ ഇരുന്ന് പുറത്തിരുന്ന് സംസാരിക്കാറുണ്ട് എല്ലാവരും കൂടി. അങ്ങനെ എല്ലാവരും കൂടി സംസാരിച്ച് ഗോസിപ്സ് കാര്യങ്ങളൊക്കെ പറയുന്ന ടൈമാണ് കേട്ടോ ഇതാണ് നമ്മളെ ബേമാമൻ എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് വർത്താനം പറഞ്ഞ് എനിക്ക് ഫ്രഷ് ആവാനൊക്കെ പോകണമായിരുന്നു. അപ്പം കുറച്ച് നേരം അവരുടെ കൂടെ ഇരുന്നിട്ട് നമുക്ക് പോവാം എന്ന് വിചാരിച്ചു.
അപ്പോൾ ഇങ്ങനത്തെ ദിവസങ്ങളിലൊക്കെ എല്ലായ്പ്പോഴും എല്ലാവരും വരാൻ വേണ്ടി ട്രൈ ചെയ്യാറുണ്ട്, എല്ലാവരും വീട്ടിലെത്താറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ടൈമൊക്കെ മാക്സിമം എല്ലാവരും വീട്ടിൽ തന്നെ കുക്ക് ചെയ്ത് വർത്താനൊക്കെ പറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ട്രൈ ചെയ്യാറുള്ളത് കേട്ടോ. അങ്ങനെ നമ്മൾ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി ഒന്ന് ഫ്രഷ് ആവണം. എല്ലാവരും അവിടെ ഉണ്ട്. അപ്പം ഇന്ന് എല്ലാവരും കൂടി ഒരുമിച്ചിട്ടായിരിക്കും ഉറങ്ങുന്നത്. അപ്പം അവിടേക്ക് പോകണം. ഇതാണ് എൻ്റെ കയ്യിലെ മൈലാഞ്ചി. ഞാൻ കഴുകി കളഞ്ഞപ്പോൾ ഉള്ളൊരവസ്ഥ കേട്ടോ. ശരി, നാളത്തേക്ക് കുറച്ചും കൂടി ചുവപ്പ് കളറാവുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് ശരിക്കും ഇത് ഒരു നല്ല ഡാർക്ക് ബ്രൗൺ കളറേ വരില്ലേ. ഞാൻ കണ്ടിട്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ ഈ പെരുന്നാളിനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഡാർക്ക് ഒരു ബ്രൗൺ കളറാവുന്നത്. എനിക്ക് അങ്ങനെ ആവണമെന്ന് കേട്ടോ ഭയങ്കര ആഗ്രഹം. നാളത്തേക്ക് കുറച്ചും കൂടി ചോക്കും എന്നാണ് പറയുന്നത്. ഇപ്പം ഇങ്ങനത്തെ ഒരു ഓറഞ്ച് കളറാണ് വന്നിട്ടുള്ളത്. കുറച്ചും കൂടി ഡാർക്കറായാൽ നല്ല രസമുണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളെ ഒരു തിരുവോണം ഡേ എപ്പോഴും ഉണ്ടാവാറുള്ളത്. ഇതിലും വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവാറില്ല. എല്ലാവരും ഇതേപോലെ വരും. ചിലപ്പോൾ ഞങ്ങൾ രാത്രി ബീച്ചിൽ പോകും. അങ്ങനെ എല്ലാവരും കൂടി ഒത്തുചേരുന്ന ഒരു പരിപാടി ആണ് ആക്ച്വലി ഇങ്ങനത്തെ ആഘോഷങ്ങൾ, ഫെസ്റ്റിവൽസൊക്കെ. വിഷു ആണെങ്കിലും ഓണാണെങ്കിലും ഒക്കെ എല്ലാവരും ഇവിടേക്ക് എത്താറുണ്ട്. എല്ലാവരും കൂടി ഇരുന്ന് പിന്നെ ഫുൾ ചില്ലാക്കി ഒരു 2 ദിവസമൊക്കെ അവർ എല്ലാവരും ഇവിടെ നിൽക്കാറൊക്കെ ഉണ്ട് കേട്ടോ. സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ചിൽഡ്രൻ ടാറ്റാ ബൈ, സീ യു, ടേക്ക് കെയർ.